Hi students, in this video we are going to discuss the next topic, that is pointers and recursive type. Okay, so major specification goes to recursive type. Okay, a type is said to be recursive if an object of that particular type may contains reference to more than one object. ഓക്കെ അപ്പോൾ ഒരു ടൈപ്പ് എപ്പോഴാണ് റിക്കേഴ്സീവ് ടൈപ്പ് എന്ന് പറയുന്നത്? ആ ടൈപ്പിലെ ഒബ്ജക്റ്റ് വൺ ഓർ മോർ റെഫറൻസ് ടു അതർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയും? ദാറ്റ് ടൈപ്പ് ഈസ് എ റിക്കേഴ്സീവ് ടൈപ്പ്. So by definition, a recursive type is one whose object may contains one or more reference to other objects of the type. ഈ പോയിന്റേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റിക്കേഴ്സീവ് ടൈപ്പ്. പോയിന്റേഴ്സ് വരെ ആക്ച്വലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ PL/I ലാംഗ്വേജ്. PL/1 എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മുടെ ഇമ്പറേറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ സം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സച്ച് ആസ് പാസ്കൽ, എഡ ആൻഡ് മോഡുല, പോയിന്റേഴ്സ് ആർ റെസ്ട്രിക്റ്റഡ് ടു ഓൺലി പോയിന്റ് ഒബ്ജക്റ്റ് ഇൻ ദ ഹീപ്പ്. അപ്പം അഡ, പാസ്കൽ, മോഡുല 3 ലാംഗ്വേജസിലൊക്കെ പോയിന്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആക്ച്വലി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹീപ്പിലുള്ള ഒബ്ജക്ട്സിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ദ ഓൺലി വേ ടു ക്രിയേറ്റ് എ ന്യൂ പോയിന്റർ വാല്യൂ ഇസ് ടു കോൾ എ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ദറ്റ് അലോക്കേറ്റ് എ ന്യൂ ഒബ്ജക്റ്റ് ഇൻ ദ ഹീപ്പ് ആൻഡ് റിട്ടേൺസ് എ പോയിന്റർ ടു ഇറ്റ്. ഓക്കെ, അപ്പോൾ പുതിയൊരു പോയിന്റർ ക്രിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസിനെ കോൾ ചെയ്യുക. കോൾ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എന്താണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഒബ്ജക്റ്റ് ഹീപ്പിൽ ക്രിയേറ്റ് ആകും, എന്നിട്ട് അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത്. In other languages such as PL/I, ALGOL 68, C, C++, and ADA, one can create a pointer to a non-heap object by using the address of operator. ഹീപ്പിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോയിന്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് എന്താണ്, അഡ്രസ് ഓഫ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ വെച്ചിട്ടായിരിക്കും നമ്മളവിടെ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് എന്താണ് ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡ് ഇൻ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ ബിൽഡ് ഇൻ ഫങ്ഷൻസ് യൂസ് ചെയ്ത് നമ്മൾ പോയിന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആക്ച്വലി അതെവിടെ ക്രിയേറ്റ് ആകുന്നത്? നമ്മുടെ ഹീപ്പിലായിരിക്കും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഹീപ്പിലല്ല, മറ്റെവിടെ മീൻസ് സ്റ്റാക്കിലൊക്കെയാണ് നമുക്ക് പോയിന്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ വി ക്യാൻ യൂസ് ദി അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. ദെൻ ദ മെയിൻ പേർപ്പസ് ഓഫ് ഓപ്പറേറ്റർ പോയിന്റർ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഫസ്റ്റ് ഒന്ന് തന്നെ എഫിഷ്യൻറ്റ് ആക്സസ് ടു ഇലാബറേറ്റഡ് ഒബ്ജക്ട്സ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ക്രിയേഷൻ ഓഫ് ലിങ്ക്ഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഇൻ കൺജഷൻ വിത്ത് ദ ഹീപ്പ് സ്റ്റോറേജ് മാനേജർ. പോയിന്റേഴ്സ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഒബ്ജക്ട്സിനെ ആക്സസ് ചെയ്യുക. അതേ കണക്ക് ഡൈനാമിക് ആയിട്ട് മെമ്മറി ക്രിയേറ്റ് ചെയ്യുക. ഡൈനാമിക് ആയിട്ട് മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാ ഒബ്ജക്ട്സിനും സെയിം സൈസ് ഓഫ് മെമ്മറി ആയിരിക്കത്തില്ല വേണ്ടുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഓരോ ഒബ്ജക്ട്സിനും വേണ്ടുന്ന സൈസ് അനുസരിച്ച് മെമ്മറി ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ആക്ച്വലി എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഹീപ്പിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, അതിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? പോയിന്റർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ദെൻ സെവറൽ ലാംഗ്വേജസ്, എക്സാമ്പിൾ പാസ്കൽ, റെസ്ട്രിക്ട് പോയിന്റർ ടു ആക്സസ് തിങ്സ് ഇൻ ദി ഹീപ്പ്. ഓക്കെ, അപ്പം ഒത്തിരി ലാംഗ്വേജസിൽ എന്ത് ചെയ്യും? ദേ വിൽ റെസ്ട്രിക്റ്റ് എ പോയിന്റ് ടു ആക്സസ് തിങ്സ് ഇൻ ദി ഹീപ്പ്. എന്ന് വെച്ചാൽ ഹീപ്പുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാറില്ല? നമ്മൾ ഓൾറെഡി അവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ദേ റെസ്ട്രിക്റ്റ് ടു പോയിന്റ് ഓൺലി ടു ഒബ്ജക്റ്റ് ഇൻ ദി ഹീപ്പ്. ഓക്കെ, എന്നുവെച്ചാൽ ഹീപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പോയിൻ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ പോയിൻറ്റേഴ്സ് ആർ യൂസ്ഡ് വിത്ത് എ വാല്യൂ മോഡൽ ഓഫ് വേരിയബിൾസ്. നമ്മൾ പോയിൻറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ വേരിയബിൾസ് എപ്പോഴും ഏത് മോഡലായിരിക്കും റെഫർ ചെയ്യുന്നത്? വാല്യൂ മോഡലായിരിക്കും റെഫർ ചെയ്യുന്നത്, റാദർ ദാൻ ഏത് മോഡൽ? റെഫറൻസ് മോഡൽ. ഓക്കെ, നെക്സ്റ്റ് ഇസ് പോയിൻറ്റേഴ്സ്, സിൻടാക്സ് ആൻഡ് ഓപ്പറേഷൻസ്. എന്തൊക്കെയാണ് പോയിൻറ്റേഴ്സ് പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് ഓൺ പോയിൻറ്റേഴ്സ്? ഫസ്റ്റ് വൺ ഈസ് അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ ഓഫ് ഒബ്ജക്റ്റ് ഇൻ ദ ഹീപ്പ്. അപ്പം ഹീപ്പ് മെമ്മറിയിൽ ഒബ്ജക്ട്സിനെ അലോക്കേറ്റ് ചെയ്യുക, അതാണ് ആഫ്റ്റർ യൂസ് ഡി അലോക്കേറ്റ് ചെയ്യുക. ദെൻ ഡി റെഫറൻസിങ് ഓഫ് പോയിൻറ്റർ ടു ആക്സസ് ദി ഒബ്ജക്റ്റ് ടു വിച്ച് ദേ പോയിൻറ്റ്. ഡി റെഫറൻസിങ് ഓഫ് പോയിൻറ്റർ ടു ആക്സസ് ദി ഒബ്ജക്റ്റ് ടു വിച്ച് ദേ പോയിൻറ്റ്. ഡി റെഫറൻസിങ് ഓഫ് പോയിൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് സ്റ്റോർ ചെയ്തേക്കുന്ന അഡ്രസ്സ് എന്ത് ചെയ്യുക, കാണിക്കുക, അതാണ് ഡി റെഫറൻസിങ്, ഷോയിങ് ദി അഡ്രസ്. Then assignment of one pointer to another. All these are operations of pointers. Okay, first one എന്ന് പറയുന്നത് allocation and deallocation of objects in the heap. Second one is dereferencing of pointer. Dereferencing എന്നാൽ ആ പോയിന്റർ ഏത് ലൊക്കേഷനോട്ടോ പോയിന്റ് ചെയ്യുന്നത് അങ്ങോട്ട് പോകുക, അഡ്രസ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക. Dereferencing of pointer to access the object to which they point. Then next is assignment of one pointer to another. Variables in an imperative languages may use
അപ്പം ഈ പോയിൻറ്റേഴ്സിൻ്റെ കൂടെ ചേർന്ന് വരുന്ന വേരിയബിൾസ് ഇറ്റ് ക്യാൻ യൂസ് ഐദർ എ വാല്യൂ മോഡൽ ഓർ എ റെഫറൻസ് മോഡൽ ഓർ എ കോമ്പിനേഷൻ ഓഫ് ദി ടു. ഒന്നുകിൽ ആ വേരിയബിൾസ് വാല്യൂ മോഡലായിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെഫറൻസ് മോഡലായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് ദി ലാംഗ്വേജ് വി ആർ യൂസിങ്. ഓക്കെ, നമ്മുടെ ലാംഗ്വേജ് ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ തന്നെ വി വിൽ ഫിക്സ് വെദർ ദ വേരിയബിൾസ് യൂസ് ദി വാല്യൂ മോഡൽ ഓർ റെഫറൻസ് മോഡൽ ഓർ ദ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. Next, in the case of C, Pascal and Ada, which employ a value model. Okay, so in the case of C language, Pascal and Ada languages, so all the variables may use the value model. Okay, so the assignment A equal to B, put the value of, അപ്പം വാല്യൂ മോഡൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജിൽ നമ്മൾ ഇങ്ങനൊരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുകയാണെങ്കിൽ A equal to B എന്ന് എഴുതുകയാണെങ്കിൽ what does it do? We will put the value of B to A. വാല്യൂ മോഡലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താ ചെയ്യുന്നത്? ബിയിലെ വാല്യൂ എയിലോട്ട് കൊടുക്കും. ഇഫ് യു വാണ്ട്, ഇനിയിപ്പം സാധാരണ വാല്യൂ മോഡൽ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് നമ്മൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആക്ച്വലി ചെയ്യുന്നത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബി, ഇറ്റ് വിൽ ബി പുട്ട് ഇൻ ടു എ. പക്ഷേ എനിക്കിപ്പോൾ വേണ്ടുന്നത് ഇഫ് യു വാണ്ട് ബി ടു റെഫർ ടു ആൻ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ബി എനിക്കൊരു ഒബ്ജക്റ്റിലോട്ട് റെഫർ ചെയ്യാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ബി അപ്പോൾ ആക്ച്വലി എന്തായിട്ടാണ് റെഫർ ടു ആൻ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ബി ആക്ച്വലി എന്തായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത്? ഇറ്റ് ആക്ട് ആസ് എ പോയിൻറ്റ്. ഓക്കെ, സോ ഇഫ് യു വാണ്ട് ബി ടു റെഫർ ടു ആൻ ഒബ്ജക്റ്റ് ആൻഡ് വി വാണ്ട് എ ഈക്വൽ ടു ബി ടു മേക്ക് എ റെഫറൻസ് ടു ദ ഒബ്ജക്റ്റ് ടു വിച്ച് ബി റെഫറൻസ്, ദെൻ എ ആൻഡ് ബി മസ്റ്റ് ബി പോയിൻറ്റേഴ്സ്. ഓക്കെ, അപ്പം ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി നമ്മൾ സിയിലൊക്കെ എഴുതുമ്പോൾ സിൻസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വാല്യൂ മോഡൽ ആക്ച്വലി ചെയ്യുന്നത് ബിയുടെ വാല്യൂ എയിലോട്ട് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്കിവിടെ ചെയ്യേണ്ടത് ഇഫ് ഐ വോണ്ട് ടു ബി എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യണം, എന്നിട്ട് ആ ബി റെഫർ ചെയ്യുന്ന ആ ഒബ്ജക്റ്റിനെ ആർക്കിനി റെഫർ ചെയ്യണം? എക്ക് റെഫർ ചെയ്യണം. അങ്ങനാണെങ്കിൽ ഈ എ ആൻഡ് ബി എന്ന് പറയുന്നത് ആദ്യമേ എന്തായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യും? വി മസ്റ്റ് ഹാവ് ടു മേക്ക് ഇറ്റ് ആസ് പോയിൻറ്റേഴ്സ്. എങ്കിൽ മാത്രമേ ആ റെഫറൻസ് കറക്റ്റായിട്ട് പോവുകയുള്ളൂ. ഓക്കെ, ഇൻ ക്ലൂ ആൻഡ് സ്മോൾ ടോക്ക് വിച്ച് എംപ്ലോയീസ് എ റെഫറൻസ് മോഡൽ. ക്ലൂ അതാണ് സ്മോൾ ടോക്ക് എന്ന് പറഞ്ഞ ലാംഗ്വേജസിൽ എന്താണ് ബേസിക്കലി അവർ ഫോളോ ചെയ്യുന്നത്? വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റെഫറൻസ് മോഡലായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം അവിടെയാണ് ഞാൻ ഇങ്ങനെ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ആക്ച്വലി എന്താ നടക്കുന്നത്? ബി ഓൾവേസ് മേക്ക് എ റെഫർ ടു ദ സെയിം ഒബ്ജക്റ്റ് ടു വിച്ച് ബി റെഫർ എന്ന് വെച്ചാൽ ബി ഏത് ഒബ്ജക്റ്റിലാണോ റെഫർ ചെയ്യുന്നത് അങ്ങോട്ടായിരിക്കും എയും റെഫർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ മോഡൽ ആൻഡ് റെഫറൻസ് മോഡൽ. സിൻസ് ഇവിടെ ഈ ഒരു എക്സാമ്പിൾ എ ഈക്വൽ ടു ബി എന്നുള്ളത് ഞാനൊരു വാല്യൂ മോഡൽ ലാംഗ്വേജിലാണ് കൊടുക്കുന്നതെങ്കിൽ ആക്ച്വലി അവിടെ ചെയ്യുന്നത് വി വിൽ കോപ്പി ദ കണ്ടൻറ്റ് ഓഫ് ബി ടു എ. ബട്ട് ഇഫ് ദ സെയിം അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഗിവൺ ടു എ റെഫറൻസ് മോഡൽ അവിടെ ആക്ച്വലി എന്താ ചെയ്യുന്നത്? ബി ഏത് ഒബ്ജക്റ്റിലാണോ റെഫർ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിലോട്ട് തന്നെ ആരും റെഫർ ചെയ്യും? എയും റെഫർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് സിൻടാക്സ് ആൻഡ് ഓപ്പറേഷൻസ് ഇൻ ജാവ. ദ വേരിയബിൾസ് ഓഫ് ബിൽഡ് ഇൻ ജാവ ടൈപ്പ്. ജാവയ്ക്കകത്ത് തന്നെ ബിൽഡ് ഇൻ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജർ, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ, ക്യാരക്ടർ ആൻഡ് ബൂളിയം ഇവരെല്ലാവരും യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇൻറ്റ് എ എന്ന് വന്നു കഴിഞ്ഞാൽ ആ എ എന്ന് പറയുന്നത് ഏതായിരിക്കും യൂസ് ചെയ്യുന്ന മോഡൽ? വാല്യൂ മോഡലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഡബിൾ ബി, ഡബിൾ എന്ന് പറയുന്നതും ഇറ്റ്സ് ഓൾസോ ബിൽഡ് ഇൻ ഡാറ്റ ടൈപ്പ് ഇൻ ജാവ, സോ ഇറ്റ് യൂസസ് എ വാല്യൂ മോഡൽ. The variables of user-defined type such as string, array and other objects in the object-oriented sense of the word employs a reference model. Okay, at the same time user-defined functions ആയ string, array അവരെല്ലാം ആക്ച്വലി എന്താണ് യൂസ് ചെയ്യുന്നത്? റെഫറൻസ് മോഡലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദി അസൈൻമെൻറ്റ് എ ഈക്വൽ ടു The assignment A equal to B in Java place the value of B into A if A and B ആർ ഓഫ് ബിൽഡ് ഇൻ ടൈപ്പ്. ഓക്കെ, അപ്പം ഞാൻ ജാവയിൽ എ ഈക്വൽ ടു ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജാവയ്ക്ക് നമ്മൾ പറഞ്ഞു നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിളിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ബിൽഡ് ഇൻ ആണെങ്കിൽ എന്താ യൂസ് ചെയ്യും? ദേ വിൽ ഗോ ടു വാല്യൂ മോഡൽ. അല്ല, യൂസർ ഡിഫൈൻഡ് ആണെങ്കിൽ ദേ വിൽ ഗോ ടു റെഫറൻസ് മോഡൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എ ഈക്വൽ ടു ബി എന്ന് പറയുന്നത് കണ്ടൻറ്റ് കോപ്പി ചെയ്യുവാണോ അതോ രണ്ടുപേരും റെഫർ ചെയ്യുവാണോ എന്ന് അറിയണമെങ്കിൽ വി ഹാവ് ടു ചെക്ക് ദ data type of both A and B. If A and B are of the type built-in, അവർ രണ്ടും built-in ആണെങ്കിൽ അവിടെ എന്ത് മോഡലാണ് യൂസ് ചെയ്യുന്നത്? വാല്യൂ മോഡലാണ് യൂസ് ചെയ്യുന്നത്. വാല്യൂ മോഡൽ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ബിയിലെ കണ്ടൻറ്റ് എങ്ങോട്ട് കോപ്പി ചെയ്യും? എയിലോട്ട് കോപ്പി ചെയ്യും. കൺസിഡർ
ഇഫ് ബോത്ത് ഓഫ് ദം ആർ യൂസിങ് യൂസർ ഡിഫൈൻഡ് ടൈപ്പ്, ഇവർ രണ്ട് യൂസർ ഡിഫൈൻഡ് ഒന്നുകിൽ സ്ട്രിങ് അല്ലെങ്കിൽ അറയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് റെഫറൻസ് മോഡലായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ആക്ച്വലി ചെയ്യുന്നത്, ബി ഏത് ഒബ്ജക്റ്റിനെയാണോ റെഫർ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിനെ ആരും റെഫർ ചെയ്യണം, എയും റെഫർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഇസ് എ റെഫറൻസ് മോഡൽ ഇൻ ദ കേസ് ഓഫ് ML ലാംഗ്വേജ്. ML ലാംഗ്വേജ് ഫോളോ ചെയ്യുന്നത് റെഫറൻസ് മോഡലാണ്. അവിടെ എങ്ങനെയാണെന്ന് നോക്കുക. ഓക്കെ, ഇൻ ML the data type mechanism can be used to declare recursive types. Data type mechanism നമുക്ക് എന്ത് recursive types ഡിക്ലെയർ ചെയ്യാനും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഡേറ്റ ടൈപ്പ് കണ്ട് ഇവിടെ recursive ഡേറ്റ ടൈപ്പ് ആണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ട്രീ ആണ് ഞാൻ ഇവിടെ കാണിച്ചിരുന്നത്. ട്രീ ഈസ് ഓൾസോ എ ഡേറ്റ ടൈപ്പ്. ഓക്കെ, ഇറ്റ്സ് എ recursive ഡേറ്റ ടൈപ്പ്. അപ്പം ഡേറ്റ ടൈപ്പ് ദെൻ CHR ക്യാരക്ടർ ട്രീ എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് CHR ട്രീ ഈക്വൽ ടു ഒന്നുകിൽ അത് empty ആകാം അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഹാവ് നോഡ്. നോഡെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ട്രീക്ക് രണ്ട് നോഡ് ഉണ്ടായിരിക്കും, ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും. ഓക്കെ, ആ രണ്ട് ചൈൽഡിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടി രണ്ട് പോയിന്റേഴ്സ് കൊടുത്തേക്കുന്നത് ക്യാരക്ടർ സ്റ്റാർ CHR_ ട്രീ എഗെയിൻ സ്റ്റാർ CHR_ ട്രീ. ഓക്കെ, ഒരെണ്ണം ലെഫ്റ്റ് ചൈൽഡും ഒന്ന് റൈറ്റ് ചൈൽഡും. ഹിയർ എ CHR_ ട്രീ ഇതുണ്ട്, ഇത് ഈസ് ഐദർ ആൻഡ് empty, ഒന്നുകിൽ ഒരു empty ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഇറ്റ് ക്യാൻ ബി എ നോഡ് കൺസിസ്റ്റിംഗ് ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് 2 ചിൽഡ്രൻസ്. ഓക്കെ, ദെൻ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചിരിക്കുകയാണ്. അതിൻ്റെ പിക്ചർ റെപ്രസെൻറ്റേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ട്രീ നോഡ്, ട്രീയുടെ ആദ്യത്തെ നോഡാണ്, റൂട്ട് നോഡാണ് ആർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. ദെൻ ആറിനകത്താണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് നോഡ് എക്സ്. അപ്പം ആറെന്ന് പറഞ്ഞതാണ്ട് ആറെന്ന് ഒരു നോഡിൽ ആദ്യത്തെ കണ്ടൻറ്റാണ് ആറിൻ്റെ ലെഫ്റ്റ് ചൈൽഡാണ് എക്സ്. എക്സിൻ്റെ ലെഫ്റ്റും റൈറ്റും എന്താണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്, empty ആണ് കൊടുത്തേക്കുന്നത്. സോ എക്സിൻ്റെ ലെഫ്റ്റും റൈറ്റും ഞാൻ emptyയിലോട്ട് പോയിന്റ് ചെയ്യും. നെക്സ്റ്റ് ഒരു നോഡെന്ന് പറയുന്നത് വൈ ആണ്. അപ്പം ഈ വൈ എന്ന് പറയുന്നത് ആക്ച്വലി ആറിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് വൈ. ഓക്കെ, ഇനി വൈഡ് അവിടെ എന്ത് കൊടുത്തിട്ടില്ല, empty കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് താഴെ കാണിച്ചിരിക്കുന്ന രണ്ട് നോഡെന്ന് പറയുന്ന ഈ വൈയുടെ ലെഫ്റ്റും റൈറ്റുമാണ്. ഓക്കെ, അപ്പം ഒരു നോഡിന് ചൈൽഡ് ഇല്ലെങ്കിൽ, ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും ഇല്ലെങ്കിൽ അവിടെ എന്ത് പ്ലേസ് ചെയ്യും, empty പ്ലേസ് ചെയ്യും. empty പ്ലേസ് ചെയ്തില്ലെങ്കിൽ അതിന് ശേഷം വരുന്ന നോഡുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൈറ്റും ലെഫ്റ്റുമായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പം ഒന്നുകൂടെ പറയാം, ഇവിടെ എന്ന് പറയുന്ന ഒരു എന്താണ് റൂട്ട് നോഡ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അവിടെ empty അല്ല കാണിക്കുന്നത്. empty ആണെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ ലെഫ്റ്റ് empty ആണ്, റൈറ്റ് empty ആണ്. പകരം അനദർ നോഡ് ഇസ് ഗിവൺ എക്സ്. അപ്പം ആ എക്സ് എന്ന് പറയുന്നത് ആറിൻ്റെ ലെഫ്റ്റ് ചൈൽഡാണ്. അതിനുശേഷം ആ എക്സിൻ്റെ കൂടെ തന്നെ രണ്ട് empty കൊടുത്തിട്ടുണ്ട്. മീൻസ് ആ എക്സിൻ്റെ റൈറ്റും ലെഫ്റ്റും എന്താണ് empty ആണ്. അതിനുശേഷം എഗെയിൻ ഗിവൺ എ വൈ. ആ വൈ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ആറിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡാണ്. ദെൻ അതിൻ്റെ കൂടെ empty കൊടുത്തിട്ടില്ല. ഇറ്റ് മീൻസ് വൈക്ക് ഇനി തൊട്ട് താഴെ കിടക്കുന്ന നോഡെന്ന് പറയുന്നത് വൈയുടെ ലെഫ്റ്റ് ചൈൽഡാണ്. അപ്പോൾ വൈയുടെ ലെഫ്റ്റ് ചൈൽഡാണ് ഇസഡ്. അതിനുശേഷം രണ്ട് empty. അപ്പോൾ ഇസഡിനും എന്തില്ല, ലെഫ്റ്റും റൈറ്റും ചൈൽഡില്ല, അത് empty. ദെൻ എഗെയിൻ വി ആർ ഗിവൺ എ നോഡ് വൈ എന്ന് പറയുന്നത് എന്താ, W എന്ന് പറയുന്നത് വൈയുടെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. ഓക്കെ, W ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഹാവിങ് 2 empty വാല്യൂ വിച്ച് ഇസ് ദി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ചൈൽഡ് ഓഫ് W. ഓക്കെ, അതും emptyയിലോട്ട് പോയിന്റ് ചെയ്തേക്കുന്നു. So this is a recursive type. Tree can act as a recursive type, and it is in this way we will represent recursive type in ML language. ഇനി ലിസ്പിൽ എങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലിസ്പ് ബേസിക്കലി റെഫറൻസ് മോഡലാണ് യൂസ് ചെയ്യുന്നത്. റെഫറൻസ് മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, അവിടെ വേരിയബിൾസ് ആക്ച്വലി എന്താ ചെയ്യുന്നത്, റെഫറാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ അവിടുത്തെ കണ്ടന്റ് അല്ല നോക്കുന്നത്. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് ലിസ്പ് വിച്ച് യൂസസ് എ റെഫറൻസ് മോഡൽ ഓഫ് വേരിയബിൾസ്, ദ ട്രീ ടൈപ്പ് ഇൻ ലിസ്പ് ട്രീ കുഡ് ബി സ്പെസിഫൈഡ് ടെക്സ്ച്വലി ആസ്. ഇപ്പം നമ്മൾ ജസ്റ്റ് മുന്നേ ഇവിടെ ഈ ട്രീനെ ML ലാംഗ്വേജിൽ ട്രീനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തത്. ദിസ് ഇസ് എ റെപ്രസെൻറ്റേഷൻ. ഇത് പിക്ചോറിക്കലാണ്, അല്ലാതെ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത്. സിമിലർലി ലിസ്പ് ലാംഗ്വേജിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും എഴുതി കൊടുക്കുന്നത്. ദിസ് ഈസ് എ ടെക്സ്റ്റുവൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത്. ഈച്ച് ലെവൽ ഓഫ് പാരാൻതസിസ് ബ്രാക്കറ്റ്സ് ദി ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് ദി ലിസ്റ്റ്. അപ്പം പാരാൻതസിസിനകത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അകത്ത് വരുന്ന എന്താണ് എലമെൻറ്റ്സിനാണ് ഈ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ എന്ന് പറയുന്നതായിരിക്കും റൂട്ട്, അതിനകത്ത് വരുന്നതാണ് എക്സ്. ദെൻ അടുത്ത വൈക്ക് അകത്ത് വരുന്നതാണ് ഇസഡ്, അതേ ലെവലിൽ വരുന്നതാണ് W എന്ന് പറയുന്നത്. ഓക്കെ,
Then the outermost such list contains 3 elements. ഇവിടെ അങ്ങനെ 3 elements അല്ലെങ്കിൽ 3 levels ആണ് ഉള്ളത്. The character R and the nested list to represent the left and right subtree. Okay. അപ്പോൾ ഇവിടെ ഏറ്റവും outermostൽ R. Okay. So that R is given. Next is ആ ആറിന് ശേഷം വെറും പാരാന്തസിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എം ടി ആണ്. അപ്പോൾ ആറിന് ശേഷം വെറും പാരാന്തസിസ് അല്ല കൊടുത്തേക്കുന്നത്, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എക്സ് എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നു. സോ എക്സ് ആക്ട് ആസ് ദി ലെഫ്റ്റ് ചൈൽഡ്. എക്സിൻ്റെ കൂടെ തന്നെ 2 എം ടി പാരാന്തസിസ് കൊടുത്തു എന്ന് വെച്ചാൽ എക്സിൻ്റെ റൈറ്റും ലെഫ്റ്റും എന്താണ് എം ടി ആണ്. ഓക്കെ. സോ എക്സിൻ്റെ റൈറ്റും ലെഫ്റ്റും നമ്മൾ എം ടി ആയിട്ട് കൊടുത്തു. അതിനുശേഷം എഗെയിൻ വൈ. അപ്പം ആറിൻ്റെ ലെഫ്റ്റ് ചൈൽഡായിരുന്നു എക്സ്, ഇനി ആറിൻ്റെ റൈറ്റ് ചൈൽഡാണ് എന്തെന്ന് പറയുന്നത് വൈ. ഓക്കെ. അപ്പോൾ ആറിൻ്റെ റൈറ്റ് ചൈൽഡായിട്ട് ഞാൻ വൈ കൊടുത്തു. നെക്സ്റ്റ് വൈക്ക് ശേഷം എഗെയിൻ ഇസഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം വൈയുടെ ലെഫ്റ്റ് ചൈൽഡാണ് ഇസഡ്. ഓക്കെ. വൈയുടെ ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് ഇസഡ്. ഇസഡിൻ്റെ കൂടെ തന്നെ 2 എം ടി പാരാന്തസിസ് കൊടുത്തിട്ടുണ്ട്. സോ ഇസഡിൻ്റെ ലെഫ്റ്റും റൈറ്റും ചൈൽഡ് എന്ന് പറയുന്നത് എം ടി ആണ്. സോ അത് നമ്മൾ നൾ പോയിൻ്ററായിട്ട് സെറ്റ് ചെയ്തു. ദെൻ അതിനുശേഷം ഡബ്ല്യു കൊടുത്തേക്കുന്നു. അപ്പം വൈയുടെ ലെഫ്റ്റ് ചൈൽഡ് ഇസഡ്, റൈറ്റ് ചൈൽഡ് ഡബ്ല്യു. ഡബ്ല്യുവിൻ്റെ കൂടെ എന്താണ് 2 പാരാന്തസിസ് കൊടുത്തിട്ടുണ്ട് എം ടി എന്ന് പറയുമ്പം ഡബ്ല്യുവിന് റൈറ്റും ഇല്ല ലെഫ്റ്റും ഇല്ല. ഓക്കെ. സോ വൈയുടെ റൈറ്റ് സൈഡായിട്ട് നമ്മൾ ഡബ്ല്യു കൊടുക്കുക. ഡബ്ല്യുവിന് ഇനി ചൈൽഡ്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മളത് എന്താണ് നൾ പോയിൻ്റർ സെറ്റ് ചെയ്തു. ഓക്കെ. സോ ഇൻ ദിസ് വേ we will represent a tree in the case of Lisp language. Next, so this is a typical implementation of tree in a language with explicit pointers. Okay. എക്സ്പ്ലിസിറ്റ് പോയിൻറ്റേഴ്സ് ഉള്ള ലാംഗ്വേജസിൽ ഇങ്ങനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി കറക്റ്റ് ലിസ്പിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ഡയഗ്രാം തന്നെ നോക്കിപ്പോണേ. അപ്പം ഇവിടെ നമുക്ക് 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് കോൺസെല്ലും പിന്നെ ആറ്റം. കോൺസെല്ലും ആറ്റവും. ഓക്കെ. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്ട് ഇതിനകത്തുള്ള ഓരോ പാർട്ടും, അപ്പം മെയിൻലി ഈ ഒരു നോഡിന് 3 പാർട്ടാണ് ഉള്ളത്. അപ്പോൾ 3 പാർട്ടിന് നമ്മൾ 3 സെൽസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ 3 പാർട്ടില്ലേ. ഇത് പാർട്ട് 1, ദാറ്റ് ഈസ് ദ ഒറിജിനൽ കണ്ടൻറ്റ്, ദെൻ ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ. അപ്പം ആ ഓരോ പാർട്ടിനും നമ്മൾ ദാണ്ട് ഓരോ കോൺസെൽസ് ആയിട്ട് കൊടുക്കുന്നു. ഇത് ഫസ്റ്റ് കോൺസെൽ, സെക്കൻഡ് കോൺസെൽ, തേർഡ് കോൺസെൽ. ഓക്കെ. ഇനി ഇതിനകത്ത് ഫസ്റ്റ് ഈ ഒരു നോഡിൽ തന്നെ 6 എന്ന് പറഞ്ഞ കണ്ടൻറ്റാണ് ഉള്ളത്. അപ്പോൾ കണ്ടൻറ്റ് ഉള്ളതിനെ നമ്മൾ ആറ്റം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. അതാണ്ട് ആറ്റം അതിനകത്തുള്ള കണ്ടൻറ്റ് എന്താണ് ആർ. ഓക്കെ. ദെൻ അടുത്ത 2ലും എന്താ പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നുമില്ല, ജസ്റ്റ് പോയിൻറ്റേഴ്സ് മാത്രമാണ്. ഓക്കെ. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു നോഡിനെ 3 കോൺസെൽസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക. എഗെയിൻ ഇതിനെ 3 കോൺസെൽസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അതാണ്ട് എക്സിന് വേണ്ടിയിട്ടുള്ള 3 കോൺസെൽസ് ആണിത്. ദെൻ ഈ വൈനെ 3 കോൺസെൽസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അതാണ്ട് 3 കോൺസെൽസ്. നെക്സ്റ്റ് ഇസഡിന് എഗെയിൻ 3 കോൺസെൽസ്. അതാണ് ഇസഡിൻ്റെ 3 കോൺസെൽസ് ആണിത്. നെക്സ്റ്റ് ഇസ് ദ കോൺസെൽസ് ഓഫ് ഡബ്ല്യുവിൻ്റെ കോൺസെൽസ്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. നൗ ഫസ്റ്റ് നോഡിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 6 ആയിരുന്നു. അപ്പം 6 വരാൻ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് തൊട്ട് താഴെ നെക്സ്റ്റ് എന്ത് ചെയ്യണം, ആറ്റം എന്ന് പറഞ്ഞിട്ട് ആ കണ്ടൻറ്റ് സെറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ അടുത്ത നെക്സ്റ്റ് ഈ നോഡിലെ നെക്സ്റ്റ് ഇവിടെ വരുന്ന കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എ പോയിൻ്റർ ടു എക്സ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു പോയിൻ്റർ എടുത്ത് ദാണ്ട് ഇങ്ങോട്ട് കൊടുക്കുക. അടുത്തെന്ന് പറഞ്ഞാൽ എഗെയിൻ എ പോയിൻ്റർ ടു വൈ ആണ്. അപ്പം ആ പോയിൻ്റർ എടുത്ത് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുക. ഇനി ഇവിടെയും എന്താണ്, ഇവിടെ എക്സ് എന്ന് പറഞ്ഞൊരു കണ്ടൻറ്റ് ഉണ്ട്. സോ ആ കോൺസെല്ലുമായിട്ട് ബന്ധപ്പെട്ട് ആറ്റം കൊടുക്കുക, അതിനകത്ത് എക്സ് കൊടുക്കുക. ഇവിടെ കോൺസെല്ലുമായിട്ട് ബന്ധപ്പെട്ട് വൈ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ ഒരു ആറ്റം കൊടുക്കുക, ദെൻ വൈനെ പ്ലേസ് ചെയ്യാം. ദെൻ ആ വൈയിൽ നിന്നും ലെഫ്റ്റും പോകുന്നുണ്ട്, റൈറ്റും പോകുന്നുണ്ട്. ലെഫ്റ്റ് പോകുന്നതെന്ന് പറഞ്ഞാൽ അനദർ ആറ്റം ഇസഡിലോട്ടാണ്, റൈറ്റ് പോകുന്ന അനദർ ആറ്റം ഡബ്ല്യുവിലോട്ടാണ്. ഓക്കെ. അപ്പം കറക്റ്റായിട്ട് നോക്കുക. Then now we are going to discuss how tree type is represented in Ada, Pascal and C. Okay. How trees are represented in Pascal, Ada and C. So in the case of Pascal language, this is a syntax. Okay. Type character tree pointer equal to chr tree.
ദെൻ ഇറ്റ്സ് എ റെക്കോർഡ് ടൈപ്പ്. അതിന് ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്, രണ്ടും പോയിൻ്ററായിട്ട് സെറ്റ് ചെയ്യുക. ദെൻ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് ക്യാരക്ടറാണ്. ദെൻ എൻഡ്. ഇങ്ങനെ ആയിരിക്കും പാസ്കലിൽ നമ്മൾ ഒരു ട്രീനെ ഡിക്ലെയർ ചെയ്യുന്നത്. സിമിലർ ഇൻ ദ കേസ് ഓഫ് അഡ ഓൾസോ ടൈപ്പ് CHR_tree. ദെൻ അഡയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ടൈപ്പ് എന്നും പറഞ്ഞായിരിക്കും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ടൈപ്പ് CHR ട്രീ പോയിൻ്റർ ഈസ് ആക്സസ് CHR ട്രീ. ദെൻ ടൈപ്പ് CHR ട്രീ ഈസ് റെക്കോർഡ്. ദെൻ അവിടെ ലെഫ്റ്റ് ഉണ്ട് റൈറ്റ് ഉണ്ട്, രണ്ടെന്ന് പറയുന്നത് ഒരു പോയിൻ്ററായിട്ട് സെറ്റ് ചെയ്യുക. ഇവിടുത്തെ വേരിയബിൾ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് എൻഡ് റെക്കോർഡ്. ഇൻ ദ കേസ് ഓഫ് C ലാംഗ്വേജ് നമ്മൾ ട്രീനെ സ്ട്രക്ചറായിട്ടായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. സ്ട്രക്റ്റ് CHR ട്രീ ആ സ്ട്രക്ചറിൻ്റെ പേരാണ്. ദെൻ അതിനകത്ത് എഗെയിൻ CHR ട്രീ, അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പോയിൻറ്റേഴ്സ് ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്. ഓക്കെ, ദെൻ ക്യാരക്ടർ വാല്യൂ, ദെൻ കേർലി ബ്രേസസ് ക്ലോസ് ചെയ്യുക, സെമി കോളൻ. ഓക്കെ, നൗ ടു അലോക്കേറ്റ് എ ന്യൂ നോഡ് ഫ്രം ദി ഹീപ്പ്, അലോക്കേറ്റിംഗ് ഹീപ്പ് നോഡ് ദ പ്രോഗ്രാമർ കോൾ എ ബിൽഡ് ഇൻ ഫംഗ്ഷൻ ഇൻ പാസ്കൽ. അപ്പോൾ പുതിയ ഒരു നോഡ് എനിക്ക് അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ ബിൽഡ് ഇൻ ഫംഗ്ഷൻ കോൾ ചെയ്യണം. പാസ്കലിലാണെങ്കിൽ ഈ ഒരു ലാംഗ്വേജിലാണ് എനിക്ക് പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ന്യൂ മൈ പോയിൻ്റർ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനെയാണ് കോൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അഡ ലാംഗ്വേജിലാണെങ്കിൽ മൈ പോയിൻ്റർ ഈസ് ഈക്വൽ ടു ന്യൂ CHR ടൈപ്പ് എന്ന് പറഞ്ഞ് കോൾ ചെയ്യണം. ഓക്കെ, സിക്കകത്താണെങ്കിൽ ഇത് നിങ്ങൾ ഡേറ്റ സ്ട്രക്ചറിൽ പഠിച്ചിട്ടുള്ളതാണ് നോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. സിക്കകത്താണെങ്കിൽ മൈ പോയിൻ്റർ ഈസ് ഈക്വൽ ടു malloc സൈസ് ഓഫ് സ്ട്രക്റ്റ് CHR, ഇതിൻ്റെ സൈസിൽ ഉള്ള ഒരു മെമ്മറി അലോക്കേഷൻ നടത്തുക. ഓക്കെ, ഇനി C++, ജാവ ആൻഡ് C# റീപ്ലേസ് malloc വിത്ത് എ ബിൽഡ് ഇൻ ഫംഗ്ഷൻസ് ന്യൂ, സേഫ് ന്യൂ. അപ്പം C++, ജാവ അതിനൊക്കെ C# ലാംഗ്വേജസിൽ malloc-ന് പകരം നമ്മൾ ഈ രീതിയിലായിരിക്കും കൊടുക്കുന്നത്. ന്യൂ എന്ന് പറഞ്ഞൊരു ടൈപ്പ് വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു സ്ലൈഡ് കാണിക്കുന്നത് പാസ്കലിനകത്ത് ട്രീ നമ്മൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു, അത് കണക്ക് അഡയിൽ നമ്മൾ ട്രീ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു, ദെൻ സിക്കകത്ത് എങ്ങനെയാണ്, ദെൻ ഈ ഓരോന്നിലും നമ്മൾ എങ്ങനെ ഏത് ബിൽഡ് ഇൻ ഫംഗ്ഷൻ വെച്ചിട്ടാണ് പുതിയ ഒരു പോയിൻ്റർ സെറ്റ് ചെയ്യുന്നത്, ഹീപ്പിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് പറയുന്നത്. ഓക്കെ, next is pointers and recursive types in C. There is a എന്താ പറയേണ്ടത്, സിമിലാരിറ്റി ബിറ്റ്വീൻ array and pointer. What is it? അറേയും പോയിൻ്ററും തമ്മിൽ ചെറിയൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താണത്? മീൻസ് A(0) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താ കാണിക്കുന്നത്? വാട്ട് ഈസ് A(0)? വാട്ട് ഇറ്റ് വിൽ റിട്ടേൺ? A(0) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിൻറ്റ് A(0) എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ഡസ് ഇറ്റ് പ്രിൻറ്റ്? കണ്ടൻറ്റ് ഓഫ് A(0) ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്, അല്ലേ? A(0)ലിരിക്കുന്ന A എന്ന് പറഞ്ഞ ഒരു അറയാണ്, 0 എന്ന് പറഞ്ഞാൽ 0th ലൊക്കേഷൻ. അപ്പോൾ പ്രിൻറ്റ് A(0) എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ എന്താ ചെയ്യുന്നത്? A(0)ലിരിക്കുന്ന വാല്യൂ അല്ലെങ്കിൽ കണ്ടൻറ്റിനെ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ A(0) ആക്ച്വലി അവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഇറ്റ് ആക്ട് ആസ് ദി അഡ്രസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ പോയിൻ്റർ ആൻഡ് അറേ. എന്ന് വെച്ചാൽ നമ്മൾ A(0) അല്ലെങ്കിൽ A of ഒരു സബ്സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി അത് പോയിൻ്ററാണ് അവിടെ കാണിക്കുന്നത്, അല്ലേ? സോ സി പോയിൻ്റേഴ്സ് ആൻഡ് അറേ. ഇത് കണ്ടേ, നമ്മൾ ജസ്റ്റ് ഇൻറ്റ് A of ഒരു സബ്സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ പോയിൻ്റർ. ഇൻറ്റ് സ്റ്റാർ എക്ക് തുല്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻറ്റ് A of ദാറ്റ് സബ്സ്ക്രിപ്റ്റ് കൊടുക്കുന്നത്. സിമിലർലി ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്, ഇൻറ്റ് സ്റ്റാർ ഓഫ് A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് പോയിൻ്റർ ടു പോയിൻ്ററാണ് അവിടെ കാണിക്കുന്നത്. ആക്ച്വലി ജസ്റ്റ് A of സബ്സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വാട്ട് ഡസ് ഇറ്റ് മീൻസ് എ പോയിൻ്റർ. ഇനി അതിൻ്റെ കൂടെ ഞാനൊരു പോയിൻ്റർ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഡബിൾ പോയിൻ്റർ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, സോ സ്പെസിഫിക്കലി എ ഡിക്ലറേഷൻ അലോക്കേറ്റ്സ് ആൻ അറേ ഇഫ് ഇറ്റ് സ്പെസിഫൈസ് സൈസ് ഫോർ ദി ഫസ്റ്റ് ഡയമെൻഷൻ. അപ്പം ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സൈസും കൂടെ സ്പെസിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഡയമെൻഷനും കൂടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ കണ്ടൻറ്റ് റിട്രീവ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് നോക്കിക്കേ, ഇൻറ്റ് സ്റ്റാർ A എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് തന്നെയാണ്? ഇൻറ്റ് സ്റ്റാർ ഓഫ് A of ദാറ്റ് സബ്സ്ക്രിപ്റ്റ്. ഇൻറ്റ് സ്റ്റാർ ഓഫ് AN എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എൻ n എലമെൻറ്റ് അറേ ഓഫ് റോ പോയിൻറ്റേഴ്സ്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ ഇൻറ്റ് A of n എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ 2-dimensional അറേ. ഗിവിംഗ് ദിസ് ഇനിഷ്യലൈസേഷൻ ഇൻറ്റ് A. ഇൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ഡിക്ലെയറിംഗ് എ വേരിയബിൾ n, ഇൻറ്റ് n, which can hold integer type of value. Then int star A. int star എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പോയിൻ്റർ. ആ പോയിൻ്റർ ഹോൾഡ് ചെയ്യുന്ന ഒരു ഇൻറ്റിജർ വാല്യൂനെ ആയിരിക്കും. നെക്സ്റ്റ് ഞാൻ കൊടുക്കുന്നത് ഇൻറ്റ് B of 10. ഇൻറ്റ് B of 10 എന്ന് പറയുമ്പോൾ ആക്ച്വലി ഐ എം ഡിക്ലെയറിംഗ് ആൻ അറേ വിച്ച് ക്യാൻ ഹോൾഡ് 10 വാല്യൂസ്.
അറേയുടെ നെയിം എന്ന് പറയുന്നത് ബി. നൗ എ ഈക്വൽ ടു ബി, അല്ല എ ഈക്വൽ ടു ബി. വാട്ട് ഡസ് ഇറ്റ് മീൻ? എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പോയിൻറ്റർ. ബി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൻ അറേ. അപ്പം ഇവിടെ ആക്ച്വലി എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേക്സ് എ പോയിൻറ്റ്, ഇറ്റ് മേക്സ് എ പോയിൻറ്റ് ടു ദ ഇനീഷ്യൽ എലമെൻറ്റ് ഓഫ് ബി. ബി ഈക്വൽ ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയുടെ ഇനീഷ്യൽ എലമെൻറ്റ് എന്ന് വെച്ചാൽ ബി ഓഫ് 0 ഇരിക്കുന്ന ലൊക്കേഷനിലോട്ട് ഇപ്പോൾ എന്ത് പോയിൻറ്റ് ചെയ്യും? എ പോയിൻറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ബി ഓഫ് 0 ലൊക്കേഷനിലോട്ട് എ പോയിൻറ്റ് ചെയ്യും. ഇനി അടുത്ത രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. എൻ ഈക്വൽ ടു എ ഓഫ് 3 ഈസ് ഇക്വലൻ ടു എൻ സ്റ്റാർ എ ഓഫ് 3. എൻ ഈക്വൽ ടു എ ഓഫ് 3. അപ്പം ഇവിടെ എ ഓഫ് 3 എന്ന് പറഞ്ഞ ലൊക്കേഷനിലെ കണ്ടൻ്റ് ആണ് ആക്ച്വലി എങ്ങോട്ട് പോകുന്നത്? എന്നിലോട്ട്. എന്ന് പറഞ്ഞാൽ എ ഓഫ് 3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പോയിൻ്ററാണ്. അതിനെ നമുക്ക് എങ്ങനെയും എഴുതാം? എൻ ഈക്വൽ ടു എയുടെ ഇനീഷ്യൽ കണ്ടൻറ്റിൻ്റെ കൂടെ 3 ആഡ് ചെയ്തിട്ട് എന്താണ്? സ്റ്റാർ കൊടുക്കുക. ആ ലൊക്കേഷൻ കാണിക്കുന്നു. ഓക്കെ, So given a pointer to an element of an array, the addition of an integer k produce a pointer to the element kth position later in the array. Next, compiler has to be able to tell the size of the things to which you point. So the following are not valid. ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വാലിഡ് അല്ല. ഇൻറ്റ് എ ഓഫ് വെറുതെ നമ്മൾ രണ്ട് എന്താണ് സബ്സ്ക്രിപ്റ്റിനകത്ത് വാല്യൂസ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് ഇൻവാലിഡ് ആണ്. അതേ കണക്ക് ഇങ്ങനൊരു ഇൻറ്റ് സ്റ്റാർ എ ദെൻ ഒരു സബ്സ്ക്രിപ്റ്റ് കൊടുക്കുന്നത് അതും എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇൻവാലിഡ് ചോയ്സ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് problem with the dangling pointers. What is dangling reference? Dangling reference actually നമ്മൾ പറഞ്ഞു, dangling reference പറഞ്ഞാൽ it is a reference which may points to a location which does not hold any object. അതാണ് dangling reference എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ റെഫറൻസ്. അത് ആക്ച്വലി റെഫറൻസ് ആണ്, ഒരു ലൊക്കേഷനിലോട്ട് പോയിന്റ് ചെയ്യുന്ന റെഫറൻസ് ആണ് ഡാംഗ്ലിംഗ് റെഫറൻസ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണ്? ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ എന്തില്ല? കണ്ടൻറ്റ് ഇല്ല. അങ്ങനത്തെ റെഫറൻസിനാണ് എന്തെന്ന് പറയുന്നത്? ഡാംഗ്ലിംഗ് റെഫറൻസ്. So the problem with the dangler pointer are due to explicit deallocation of heap object, similarly implicit deallocation of elaborated object. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇത് രണ്ടാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഡാംഗ്ലിംഗ് പോയിൻറ്റേഴ്സ് വരാനുള്ള കാര്യം. ഫസ്റ്റ് തന്നെ എക്സ്പ്ലിസിറ്റ് ഡിഅലോക്കേഷൻ ഓഫ് ഹീപ്പ് ഒബ്ജക്റ്റ്. ദെൻ സെക്കൻഡ് ഒന്ന് തന്നെ ഇംപ്ലിസിറ്റ് ഡിഅലോക്കേഷൻ ഓഫ് ഇലാബറേറ്റഡ് ഒബ്ജക്റ്റ്. ദെൻ വാട്ട് ഈസ് മീൻ ബൈ ഡാംഗ്ലിംഗ് റെഫറൻസ്? നോ ഒബ്ജക്റ്റ് ഫോർ എ ബൈൻഡിങ്. എന്നുവെച്ചാൽ എ പോയിൻ്റർ റെഫേഴ്സ് ടു ആൻ ഒബ്ജക്റ്റ് ദാറ്റ് ഹാസ് ഓൾറെഡി ബീൻ ഡിലീറ്റഡ്. അങ്ങനത്തെ പോയിൻറ്റേഴ്സിനാണ് എന്തെന്ന് പറയുന്നത്? ഡാംഗ്ലിംഗ് റെഫർ. അപ്പം ആക്ച്വലി ഒരു മെമ്മറി ലൊക്കേഷനിൽ ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ അവിടെ എന്ത് വരേണ്ട കാര്യമില്ല? ഒരു പോയിൻ്റർ നമ്മൾ സെറ്റ് ചെയ്ത് ഇട്ടിക്കേണ്ട കാര്യം ഇല്ല. സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡാംഗ്ലിംഗ് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇല്ലാത്ത ലൊക്കേഷനിലോട്ട് ഒരിക്കലും ഒരു പോയിൻ്റർ പോയിൻ്റ് ചെയ്യരുത്. അങ്ങനെ ഒരു പോയിൻ്റർ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഡിലീറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പോയിൻ്റ്. ഓക്കെ, 2 implementation mechanisms are there to catch dangling pointers. അങ്ങനെ ഒബ്ജക്റ്റ് ഇല്ലാത്ത മെമ്മറിയിലോട്ട് പോയിൻറ്റേഴ്സ് പോയിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 മെത്തേഡ്സാണ് ഉള്ളത്. മെത്തേഡ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ ടോം സ്റ്റോപ്പ് മെത്തേഡും ഉണ്ട്, അതാണൊക്കെ ലോക്ക് ആൻഡ് കീ മെത്തേഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമുക്ക് വാട്ട് ഡു മീൻ ബൈ ടോം സ്റ്റോപ്പ് മെത്തേഡ് നോക്കാം. ടോം സ്റ്റോപ്പ് അതാണ് ടോം സ്റ്റോപ്പ് ഉദ്ദേശിക്കുന്നത്. ടോം സ്റ്റോൺ. ഓക്കെ, അപ്പം ആക്ച്വലി ഇവിടെ ഞാൻ ന്യൂ മൈ പോയിൻ്റർ എന്ന് വെച്ചാൽ ന്യൂ എന്ന് പറയുന്ന, ഇപ്പോൾ ഒരു C++ ലാംഗ്വേജ് അല്ലെങ്കിൽ C# ലാംഗ്വേജിൽ ന്യൂ എന്ന് പറയുന്ന എന്താണ് ബിൽഡ് ഇൻ ഫംഗ്ഷൻ വെച്ചിട്ടായിരിക്കും ഞാൻ പുതിയൊരു ഒബ്ജക്റ്റിനെ ഹീപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ന്യൂ മൈ പോയിൻ്റർ എന്ന് പറഞ്ഞ് ഞാനൊരു ഫംഗ്ഷൻ കോൾ ചെയ്തു. അപ്പോൾ ആക്ച്വലി എനിക്ക് പുതിയൊരു ഒരു നോഡ്, എനിക്ക് പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റായി. അതിൻ്റെ പോയിൻ്റർ ഞാനൊരു ടോം സ്റ്റോണിൽ കൊടുത്തു. ആ ടോം സ്റ്റോംപ് വെച്ചും കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ആ കറക്റ്റ് ലൊക്കേഷനിലോട്ട് ഞാൻ പോയിൻ്റ് ചെയ്തു. ഓക്കെ, സോ ദിസ് ഇസ് ഇതാണ് ആ മെമ്മറി ലൊക്കേഷൻ. കുറച്ച് കഴിഞ്ഞ് ഞാൻ അഗെയിൻ ഐ എം സെറ്റിംഗ് എ ന്യൂ പോയിൻ്റർ ptr2 ഈസ് ഈക്വൽ ടു മൈ പോയിൻ്റർ. ആ ഒബ്ജക്റ്റിൽ മൈ പോയിൻ്റർ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നേ, ആ ഒബ്ജക്റ്റിന് ഞാൻ പുതിയൊരു പോയിൻ്ററും കൂടെ സെറ്റ് ചെയ്തു ptr2. അപ്പോൾ ആക്ച്വലി ഇങ്ങനൊരു പോയിൻ്ററുണ്ട്, അതിൻ്റെ കൂടെ ഞാൻ ptr2 എന്ന് പറഞ്ഞാൽ പുതിയൊരു പോയിൻ്ററും കൂടെ ഞാൻ സെറ്റ് ചെയ്തു. അപ്പം ആ 2 പേരും സെയിം ഒബ്ജക്റ്റിലോട്ടാണ് റെഫർ ചെയ്യുന്നത്, മൈ ptrഉം അതാണ് ptr2. അപ്പോൾ ആ ptr2ൻ്റെയും കൂടെ ലിങ്ക് എടുത്ത് ഞാൻ ആ ടോം സ്റ്റോമ്പിൽ കൊടുത്തു. ടോം സ്റ്റോമ്പ് എന്ത് ചെയ്തിരിക്കുകയാണ്? ഒബ്ജക്റ്റിലോട്ട് പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഐ ആം ഡിലീറ്റിംഗ് ദാറ്റ് പെർട്ടിക്കുലർ
ഒബ്ജക്റ്റ് ഞാൻ ന്യൂ വെച്ച് ക്രിയേറ്റ് ചെയ്ത ആ മൈ പോയിൻ്റർ എന്നുള്ള ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. എന്നുവെച്ചാൽ ഈ ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് അല്ല ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഞാൻ ആക്ച്വലി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇത് എന്ന് വെച്ചാൽ ഈ ഒരു ഒബ്ജക്റ്റേ ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെഫറൻസ് വെക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ എത്ര പോയിൻ്റർ നമ്മൾ സെറ്റ് ചെയ്താലും വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഡിലീറ്റ് ആയി കഴിയുമ്പോൾ ആക്ച്വലി ഈ പോയിൻ്റർ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇത് കളയുകയാണ്. അത് നമുക്ക് പിന്നീട് വേറെ ആർക്ക് വേണമെങ്കിലും റീയൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു മെക്കാനിസത്തിനാണ് എന്തെന്ന് പറയുന്നത് ടോം സ്റ്റോം. എന്ന് വെച്ചാൽ ഈ ഒരു റെഫറൻസ് ആക്ച്വലി ഇവിടെ വന്നങ്ങ് നിൽക്കുന്നേ ഉള്ളൂ, ഡയറക്റ്റ്ലി എങ്ങോട്ട് റെഫർ ചെയ്യുന്നില്ല, ആ ലൊക്കേഷനിലോട്ട് റെഫർ ചെയ്യുന്നില്ല. ഈ ടോം സ്റ്റോമ്പിൽ വന്ന് നിൽക്കത്തേ ഉള്ളൂ. ഒബ്ജക്റ്റ് ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ടോം സ്റ്റോമ്പിൻ്റെ തന്നെ എന്താണ് ലിങ്ക് നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ലിങ്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെ ലിങ്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. ആക്ച്വലി ലൊക്കേഷൻ ഇങ്ങോട്ടായിരുന്നു പോകേണ്ടത്, അത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആക്ച്വലി ആ ഒബ്ജക്റ്റ് ഡിലീറ്റായി, ആ ടോം സ്റ്റോമ്പിൽ നിന്നുള്ള ലിങ്കും മെമ്മറി ലൊക്കേഷനിലോട്ടുള്ള ലിങ്കും ഡിലീറ്റായി. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് വൺ മെക്കാനിസം ഫോർ ക്യാച്ചിങ് ഡാംഗ്ലിംഗ് പോയിൻറ്റേഴ്സ്. അനദർ മെത്തേഡ് എന്ന് പറയുന്നത് എന്താ, ലോക്ക് ആൻഡ് കീ മെത്തേഡ്. ഓക്കെ, ലോക്ക് ആൻഡ് കീ. സോ ഇവിടെ നമ്മളൊരു ന്യൂ ഓപ്പറേറ്റർ വെച്ചും കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിന് ഞാനൊരു കീ കൊടുത്തു, എന്താണ് 135942. ആ കീ വെച്ചുകൊണ്ടാണ് ഞാനിവിടെ എന്ത് ചെയ്തേക്കുന്നത്, മെമ്മറി ലൊക്കേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെയിം ഒബ്ജക്റ്റിന് ഞാൻ വേറൊരു പോയിൻ്റർ ഞാൻ ക്രിയേറ്റ് ചെയ്തു, അനദർ പോയിൻ്റർ ഇപ്പോൾ ഇത് ഓൾറെഡി ഉണ്ട്, അനദർ പോയിൻ്റർ ഞാൻ വീണ്ടും സെറ്റ് ചെയ്തു. ഓക്കെ, അതാണ് 1359, അത് ഇവിടെയും ഞാൻ കൊടുത്തു. ഇനി ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിൻ്റർ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്തു. എന്നുവെച്ചാൽ പോയിൻ്റർ അല്ല, ആ ഒബ്ജക്റ്റ് തന്നെ ഡിലീറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ഈ ഒരു ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്തു. ആ ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പോയിൻ്റർ വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പം ആക്ച്വലി ഞാൻ എന്താ ചെയ്യുന്നത്, ആ ലിങ്കിൽ ഞാൻ എന്ത് ചെയ്യും, 0 സെറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ആ മെമ്മറി ലൊക്കേഷനിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. സോ വി ക്യാൻ റീയൂസ് ഇറ്റ്. ഓക്കെ, സോ അതാണ് ഈ രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ദീസ് ആർ ദ 2 മെക്കാനിസംസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദി ഡാംഗ്ലിംഗ് പോയിൻറ്റേഴ്സ്. ഓക്കെ, ബാക്കി ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.